പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ രാത്രി മുതൽ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടൊരു അറ്റാക്ക് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ എല്ലാ ചാനലുകളും എല്ലാം നോക്കി ഞാൻ ഇങ്ങനെ ഇരുന്നു. ഏതായാലും വളരെ സന്തോഷകരമായൊരു വാർത്ത. ഞാൻ 3 മണിക്ക് വെളുപ്പിന് 2:30 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. 3 മണിക്ക് TV ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷകരമായ ഒരു വാർത്ത കണ്ടു. അതാണ് എൻ്റെ സംസാരിക്കാൻ കാരണം. അപ്പോൾ അതിൽ ഇന്ത്യ ശരിയായ രീതിയിൽ പഹൽഗാമിലെ ഇന്ത്യക്ക് ഏറ്റ മുറിവിന് ശരിയായ രീതിയിലുള്ള മറുപടി കൊടുത്തു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ആ മറുപടി കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഇടത്താണ് പാകിസ്ഥാനിലും അതുപോലെ തന്നെ POKയിലും ഇന്ത്യ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണമാണ്. അതായത് ഒരൊറ്റ പട്ടാളക്കാരൻ പോലും അതിർത്തി കടന്നങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ അവരെ അടിച്ച് നാശമാക്കി എന്നുള്ളതാണ്. ഭീകര താവളങ്ങൾ 9 സ്ഥലത്താണ് തകർത്തേക്കുന്നത്. അതിൽ കൂടുതൽ വരുന്നതെന്ന് പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബിലാണ്, അല്ലാതെ POKയിൽ മാത്രമല്ല. POKയിലും ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബിൽ തന്നെയാണ്, ഭവൽപൂരിലും ഒക്കെ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം അടിച്ച് നാശമാക്കിയിട്ടുണ്ട്. അതാണ് ചെയ്തേക്കുന്നത്. മുസാഫറാബാദ്, അതുപോലെ തന്നെ ഭവൽപൂർ, പിന്നെ അവസാനം നടത്തിയേക്കുന്നത് സിയാൽകോട്ടും പഞ്ചാബിലാണ്. ഇത് നടത്തിയിട്ട് ഭീകര താവളങ്ങൾ തകർത്തതാണ് ഇന്ത്യ, തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഒക്കെ വന്നു കാണും, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ. കാരണം അത് വരുമല്ലോ, എങ്ങനെയായാലും ആളുകൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരാം. പക്ഷേ അത് വന്നതിലൊന്നും എനിക്ക് സങ്കടമില്ല. കാരണം ഇവിടെ എൻ്റെ സഹോദരങ്ങൾ 26 പേര് ഇവിടെ കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ടതിന് പകരം ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അവകാശമാണ്. ആ പകരം ചോദിക്കേണ്ടത് അതാണ് ഇന്ത്യ ചെയ്തേക്കുന്നത്. ആ ചെയ്തത് മാത്രമല്ല, അതിനകത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ ആ മുഴുവൻ ആ സംവിധാനം ഒന്ന് നോക്കിക്കോളൂ. അവിടുത്തെ ഭീകര താവളങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, എവിടെയൊക്കെ ഉണ്ട് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെയുള്ള മിസൈൽ അറ്റാക്കാണ് നടത്തിയത്. ആ മിസൈൽ അറ്റാക്ക് മൂലം അതിനകത്ത് ആദ്യം പാകിസ്ഥാൻ പറഞ്ഞത് ഭവൽപൂരിലെ ആക്രമണത്തിൽ 3 പേര് കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവസാനം അതൊരു 30 പേരാക്കി. ഇതെല്ലാം പറഞ്ഞു. ഇത് അവന്മാർ പറയുന്ന കാര്യമൊന്നും നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ 9 ഇടം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ 24 ഇടം വരെ ആക്രമണം നടത്തി എന്ന് പറയുന്നു. നടത്തെങ്കിൽ നടക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് യവന്മാരെല്ലാം പറയുന്നത് എന്തെന്നറിയോ? ആണവായുധം അവന്മാരെ കയ്യിലുണ്ടെന്നുള്ളതാണ് എപ്പോഴും വെമ്പിളക്കുന്നത്. പക്ഷേ ആണവായുധം പ്രയോഗിക്കട്ടെ, അവന്മാർ പ്രയോഗിക്കാൻ വിരലമർത്തുന്നതിന് മുമ്പ് അവിടെ അറ്റാക്ക് നടന്നിരിക്കും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം ഞെട്ടി വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഒരു മാർഗമില്ലാതെ നേരെ ആദ്യം ഇതെല്ലാം വലിയ വീമ്പിളക്കി ചോരപ്പുഴ ഒഴുകും. എല്ലാം ഒന്നും ഒഴിവില്ലല്ലോ. നേരെ പോയിട്ട് അവിടെ UN സെക്യൂരിറ്റി കൗൺസിലിൽ ആണ് അവിടെ സമീപിച്ചത്. അവിടുന്ന് ഒന്നും കിട്ടാതെ എല്ലാ രാജ്യങ്ങളും, അതായത് തുർക്കിയും ചൈനയും ഒഴിച്ച് ബാക്കി മുഴുവൻ ഇന്ത്യയോടൊപ്പമാണ് നിന്നു. ചൈന തന്നെ പരസ്യമായിട്ട് നിൽക്കത്തില്ല. എന്നിട്ട് പറഞ്ഞെന്താ, രഹസ്യ യോഗം വേണം. കാരണം പരസ്യമായിട്ട് അവന്മാർക്ക് കൊടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് രഹസ്യ യോഗം വേണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും എന്ത് പറഞ്ഞാലും ശരി, ഇന്ത്യയോടൊപ്പം മറ്റ് രാജ്യങ്ങൾ നിന്നു. റഷ്യയും അമേരിക്കയും ഒക്കെ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യക്ക് അതിനകത്തൊന്നും യാതൊന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. ഇനി ആരൊക്കെ എതിർത്താലും ഇന്ത്യ തിരിഞ്ഞു നോക്കത്തില്ല. അതാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രത്യേകത. അതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സ്പോട്ടുകൾ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ അറ്റാക്ക് ചെയ്തു. അതാണ് നടന്നത്. അല്ല എന്നിട്ട് എന്താ അതിന് പറഞ്ഞേക്കുന്ന അവരുടെ 2 വിമാനങ്ങൾ, ഒരു F-16 അതുപോലെ തന്നെ ചൈന കൊടുത്ത ഒരു വിമാനവും അതും തകർത്തെന്നാണ് പറയപ്പെടുന്നത്. അത് പക്ഷേ ആ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അത് ടൈംസ് നൗവും അതുപോലെ തന്നെ CNN ഒന്നും അതിങ്ങനെ പറയുന്നെങ്കിലും അത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളല്ല എന്നവർ പറയുന്നുണ്ട്. അതേപോലെ മറ്റ് ചാനലുകളല്ല അത് തന്നെ പറയുന്നത്. എന്തായാലും ശരി, ഏതായാലും വളരെ സന്തോഷമുള്ള കാര്യം, രാത്രി 12:30 മണിക്ക് കേട്ടോ, പാതിരാവിലെ അങ്ങോട്ട് കൊടുത്തു. നന്നായിട്ട് കിട്ടി വയറ് നിറച്ചവന്മാർക്ക്. അതാ വേണ്ടത്. അത് അനുഭവിച്ചോട്ടെ. കാരണം ഇവിടുത്തെ നിരപരാധികളെ ഇത്രയും പേരെ കൊന്നൊടുക്കിയല്ലേ. ആ കൊന്നൊടുക്കിയപ്പോൾ അവിടെ നമ്മുടെ രാജ്യത്തിനകത്ത് കയറി, നമ്മുടെ ഇന്ത്യയിൽ കയറി ഇതേപോലെ അവിടുന്ന് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് അങ്ങ് പോയി അവിടെ അനങ്ങാതിരിക്കാം എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ, അതങ്ങ് പോയി കിട്ടി. അത് ഹാഫിസ്
സെയ്ദിൻ്റെയും അതുപോലെ ഒരു എന്തോ ഒരു മസൂർ ഏതാണ്ട് എൻ്റെ ഒന്നും പേരൊന്നും പറയാനും നോക്കത്തില്ല ഉണ്ടല്ലോ. അതായത് കാണ്ഡഹാറിൽ വഴി നമ്മുടെ വിമാനം റാഞ്ചി കൊണ്ടുപോയിട്ട് നമ്മളെ ബലമായിട്ട് ഇവിടുന്ന് ഇന്ത്യൻ ജയിലിൽ നിന്ന് മോഹിപ്പിച്ചുകൊണ്ട് പോയവനാണ് അവൻ. അവൻ്റെ താവളങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ തലവൻ. അവനും അതുപോലെ തന്നെ ലഷ്കർ എ തോയ്ബയുടെയും കേന്ദ്രങ്ങളാണ് ഇന്ത്യ ഇവിടെ നിന്നുകൊണ്ട് ആക്രമിച്ചത്. ഇനി ഇന്ത്യ അവിടെ അല്ല ചെയ്തുള്ളൂ, പാകിസ്ഥാൻ മിലിറ്ററിയുടെ ഒരൊറ്റ താവളങ്ങളും ഇന്ത്യ ആക്രമിച്ചില്ല. ചെയ്യാം, അത് അവർക്ക് മനസ്സിലാവണം. ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യ വിചാരിച്ചാൽ അവിടെ ഷഹബാസ് ഷെരീഫിൻ്റെ കൊട്ടാരം വരെ ആക്രമിക്കപ്പെടാം. ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് വേണം. അതിന് കൊടുത്ത ഒരു വലിയ മുന്നറിയിപ്പാണ് ഇത്. ഏതായാലും ഈ അടിയുണ്ടല്ലോ, ഇവിടെ നമ്മൾ വെള്ളം തുറന്നു വിടും, വെള്ളം അടയ്ക്കും, ഇതൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ധാരണയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അല്ല. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ അടി വീഴുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്, നന്നായി. കാരണം ഇതാണ് ഇന്ത്യ, ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കിവിടെ ഇരുന്നുകൊണ്ട് അത്രത്തോളം വലിയ നമുക്ക് സ്ട്രാറ്റജിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്രിസിഷനിൽ, അതായത് വളരെ സൂക്ഷ്മതയോടുകൂടി നമുക്ക് അവിടുത്തെ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടുപിടിച്ച് അറ്റാക്ക് ചെയ്തു, ശരിയാക്കി തകർത്ത് തരിപ്പണമാക്കി. ചിലപ്പോൾ അതിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സങ്കടപ്പെട്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടല്ലോ 26 പേരുടെ കാര്യത്തിൽ. അതേപോലെ അവരും സങ്കടപ്പെടട്ടെ, കുഴപ്പമൊന്നുമില്ല അതിന്. ഇനി ഒരു രാജ്യത്ത് കയറി ചെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിവിലിയൻസ് അവർക്കൊന്നുമല്ല. അതാണ് അവരുടെ പ്രശ്നം. ആത്മാർത്ഥത എന്ന് പറയുന്ന ഇവന്മാർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അവർക്ക് അവരുടെ സിവിലിയൻസിനെ ഒന്നും നോക്കണമെന്നുള്ള കാഴ്ചപ്പാടൊന്നും ഇല്ല. പക്ഷേ നമുക്കുണ്ട്. ഏതായാലും ശരി, ഇപ്പം അതിന് കൊടുത്ത മറുപടി ഉണ്ടല്ലോ, നല്ല ചുട്ട മറുപടിയാണ്. നമ്മുടെ 3 സൈന്യങ്ങളും, അതായത് കരസേന, വ്യോമസേന, അതുപോലെ നാവികസേന, 3 കൂടെ ഉള്ള അറ്റാക്കാണ്. നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ എല്ലാ സൈനിക നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്, ഈ 3 രീതിയിലുള്ള സൈന്യത്തിനും ഒരു വലിയ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. കാരണം ഇതേപോലെ ഇന്ത്യക്ക് വേണ്ടി പകരം ചോദിച്ചു അവർ. അതാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി അവർക്ക് നേരത്തെ ഫുള്ളായിട്ടുള്ള അധികാരം, അതായത് പൂർണ്ണ അധികാരം കൊടുത്തു. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അതാണ് ചെയ്തേക്കുന്നത്. അതാണ് വേണ്ടത്. അവർ ചെയ്ത് കാണിച്ചു. അതാണ് ഇപ്പം നമ്മൾ കണ്ടേക്കുന്നത്. നന്നായി. ഏതായാലും പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കാം. ചിലപ്പോൾ ഇതിന് റിട്ടാലിയേഷൻ ഉണ്ടായേക്കും, പക്ഷേ അത് നമ്മൾ കരുതിയിരിക്കണം. ഇപ്പോൾ നമ്മുടെ 5 വിമാനത്താവളങ്ങൾ യഥാർത്ഥത്തിൽ അടച്ചിട്ടുണ്ട് ശ്രീനഗറിലോട്ട് ഇപ്പം ആരും പോകേണ്ട തൽക്കാലം. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അമൃത്സർ, അതുപോലെ ലേ തുടങ്ങിയ വിമാനത്താവളങ്ങൾ, ഏതാണ്ട് 5 വിമാനത്താവളങ്ങളാണ്. ബാക്കി 2 ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് അടച്ചിട്ടുണ്ട്. ആ ഭാഗത്തോട്ടുള്ള ഒരു യാത്ര തൽക്കാലം വേണ്ട എന്ന് വിചാരിക്കണം. കാരണം അതിർത്തിയുമായിട്ട് ചേർന്നുള്ള സ്ഥലങ്ങളാണ്. ഏതാണ്ട് 740 കിലോമീറ്ററോളം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി വരും കേട്ടോ, മൊത്തം കൂടെ വരുമ്പോൾ നീളം. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ അവർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്കൊക്കെ ശ്രദ്ധ വേണം. നമ്മൾ രാജ്യത്തോടൊപ്പം നിൽക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ യഥാർത്ഥത്തിൽ പോരാടണം. അതാണ് ചെയ്യേണ്ടത്.